നമസ്കാരം. ഈ ദിവസത്തെ സമഗ്ര വാർത്തകൾ കാണാം. ആദ്യം തലക്കെട്ടുകൾ. ശശി തരൂരും കോൺഗ്രസും രണ്ട് വഴിക്കോ, രാജ്യമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്ന് ശശി തരൂർ. അത് കോൺഗ്രസിന്റെ സർക്കാരിന്റെ വഴിയിലായിരിക്കും, എനിക്കറിയില്ല. എന്നെ മന്ത്രി വിളിച്ചു, ഞാനത് മഹ്മൂദയെ കണ്ടു. ദേശീയ സേവനത്തിനാണ് അവരാവശ്യപ്പെട്ടത്. അത് ഞാൻ എപ്പോഴും ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ എന്റെ വാക്കും കൊടുത്തു. അതിലാണ് ഞാൻ നിൽക്കുന്നത്. അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്റെ പേര്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള കേന്ദ്ര സംഘത്തെ തരൂർ നയിക്കുന്നത് കോൺഗ്രസിന്റെ നിർദ്ദേശമില്ലാതെ. കോൺഗ്രസ് കൊടുത്ത പട്ടികയിൽ തരൂരിന്റെ പേരില്ല. കേന്ദ്ര സർക്കാർ നടപടി സത്യസന്ധമല്ലെന്ന് ജയറാം രമേശ്. അഭിഭാഷകരുടെ ഗ്രൂപ്പിൽ സ്വഭാവ ഹത്യയ്ക്ക് ശ്രമമെന്ന മർദ്ദനമേറ്റ അഡ്വക്കേറ്റ് ശ്യാമിലി. വനിതാ അഭിഭാഷകർ പോലും അപമാനിക്കാൻ ശ്രമിക്കുന്നു. എന്നോടൊന്നല്ല, ഒരു കേസിലെയും ഒരു വ്യക്തിമിനെയും ഒന്നും, പ്രത്യേകിച്ച് കോടതി പരിധിയിലിരിക്കുന്ന കാര്യമാണ്. ആരെയും തന്നെ വിക്ടിം ബ്ലെയിമിംഗ് ഒരിക്കലും ചെയ്യരുത്. അതൊരു ക്രിമിനൽ കുറ്റം കൂടിയാണ്. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സഹപ്രവർത്തകർ കൂടെ നിൽക്കില്ലെന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നത് ഇന്ന്. വിക്ടിം ബ്ലെയിമിംഗ് ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്റെ എവിഡൻസ് എന്റെ മുഖത്തുണ്ട്. അത് ഇപ്പോ എനിക്ക് മനസ്സിലായി. എന്റെ സഹപ്രവർത്തകർ എന്റെ കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമായി. ബെയിലിൻദാസിന്റെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. വ്യോമത്താവളത്തിലെ ഇന്ത്യൻ ആക്രമണം സമ്മതിച്ച പാക് പ്രധാനമന്ത്രി. നൂർഖാൻ വ്യോമത്താവളം ഇന്ത്യ ആക്രമിച്ചത് അറിഞ്ഞത് പുലർച്ചെ 2:30 ഷഹബാസ് ഷെരീഫ്. ഇന്ത്യ തകർത്തത് 600 ഡ്രോണുകളെന്നും പാകിസ്ഥാന്റെ സ്ഥിരീകരണം. ജി സുധാകരനെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചത് സർക്കാർ തലപ്പത്ത് നിന്ന്. ഇന്നലെ തന്നെ കേസെടുക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം കിട്ടി. പാർട്ടി കൈയൊഴിഞ്ഞ് സുധാകരനെ വിമർശിച്ച് എച്ച് സലാം MLA. അഴിമതി കേസിൽ കുരുങ്ങി ഇഡി. കേസ് ഒഴിവാക്കാൻ പണം വാങ്ങിയത് ഇഡി ഉദ്യോഗസ്ഥന്റെ അറിവോടെ. ഒന്നാം പ്രതി ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ. അറസ്റ്റിലായവരുടെ മൊഴികളിൽ ഇയാളെക്കുറിച്ച് പരാമർശം. മെസ്സി കേരളത്തിൽ വരുമെന്ന കായിക മന്ത്രി. ഒക്ടോബറിൽ അർജന്റീന കേരളത്തിൽ കളിക്കും. സ്ഥിരീകരിച്ച സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനും. IPL വീണ്ടും തുടങ്ങുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ചിന്നസ്വാമിയിൽ ഏറ്റുമുട്ടും. ഇനിയുള്ള 17 മത്സരങ്ങൾ നടക്കുക 6 വേദികളിൽ. കോൺഗ്രസ് പാർട്ടിയുമായി അകലുന്നതിന്റെ സൂചനകൾ ശക്തമാക്കി ശശി തരൂർ. കേന്ദ്ര സർക്കാർ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാകാനുള്ള പാർട്ടി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിലുള്ള അതൃപ്തി ശശി തരൂർ പരസ്യമാക്കി. തന്നെ പാർട്ടി നേതൃത്വം അപമാനിക്കുകയായിരുന്നു എന്നാണ് തരൂർ കരുതുന്നത്. രാഷ്ട്രമാണ് രാഷ്ട്രീയത്തെക്കാൾ വലുതെന്ന പ്രസ്താവനയ്ക്കും മാനങ്ങൾ ഏറെയുണ്ട്. തരൂരും കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ള അകലം കൂടുകയാണ്. പഹൽഗാമിന് ശേഷമുള്ള പ്രതികരണങ്ങളിൽ തരൂരിന്റേത് വ്യത്യസ്ത നിലപാടായിരുന്നുവെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അഭിപ്രായമുണ്ടായിരുന്നു. പാർട്ടിയുടേതിന് ഭിന്നമായ അഭിപ്രായം പറയരുത് എന്ന നിർദ്ദേശവും കോൺഗ്രസ് തരൂരിന് നൽകി. വിദേശ രാജ്യങ്ങളിലേക്കുള്ള പ്രതിനിധി സംഘത്തിൽ നിന്ന് ശശി തരൂരിനെ ഒഴിവാക്കിയെന്ന് മാത്രമല്ല, തരൂരില്ലാതുള്ള പട്ടിക പുറത്തുവിടുകയും ചെയ്തു. ഇതെന്തിനെന്ന ചോദ്യത്തിന് തരൂരിന്റെ മറുപടി ഇങ്ങനെ: ഇതൊക്കെ അവരോടൊന്നും ചോദിക്കേണ്ടി വരും, എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാനല്ലാതെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. എനിക്ക് വെളികൾ കിട്ടി, അത്രേ എനിക്കറിയുള്ളൂ. തന്നെ പാർട്ടി അപമാനിച്ചു എന്ന വികാരവും തരൂരിനുണ്ട്. ആർക്കും എന്നെ അത്ര എളുപ്പത്തിൽ അപമാനിക്കാൻ സാധിക്കില്ല കേട്ടോ. നമുക്ക് നമ്മുടെ സ്വന്തം വിലയുണ്ട്. അപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു ചിന്തയുണ്ട്. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വവുമായി ഏറെക്കാലങ്ങളായി തരൂർ അകൽച്ചയിലാണ്. ഇവിടത്തെ മുഖ്യമന്ത്രി സ്ഥാനമോഹികളെ മറികടന്ന് അതിനുള്ള ശ്രമങ്ങൾ നടത്തിയതാണ് അകൽച്ചയ്ക്ക് പ്രധാന കാരണം. വർഷങ്ങളായി രാഹുൽ ഗാന്ധിയുമായും അത്ര നല്ല ബന്ധത്തിലല്ല ശശി തരൂർ. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുന്നതിനിടെയാണ് ദേശീയ നേതൃത്വവുമായി വീണ്ടും തെറ്റിയത്. പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള പ്രതികരണങ്ങൾ ആ വിടവിന്റെ വ്യാപ്തി കൂട്ടി. പാർട്ടിയെ വകവയ്ക്കാതെ ഒറ്റയാനായി പോകുന്ന തരൂരിനെ ഇനിയും സഹിക്കാൻ കഴിയില്ലെന്ന അഭിപ്രായമുള്ളവരാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ കൂടുതൽ. സമവായ വാതിലുകൾ തുറന്നില്ലെങ്കിൽ പുറത്തേക്കുള്ള വഴി അധികം വൈകാതെ തരൂർ തെരഞ്ഞെടുക്കുമെന്ന് കരുതുന്നവർ ഏറെയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.
പാകിസ്ഥാനെതിരായ നയതന്ത്ര നീക്കത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കി കേന്ദ്ര സർക്കാർ. കോൺഗ്രസ് നൽകിയ പേരുകൾ ഒഴിവാക്കിയാണ് കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ ഒരു നയതന്ത്ര സംഘത്തിന്റെ തലവനാക്കിയത്. ഫലത്തിൽ ബിജെപി ചൂണ്ടയിൽ കുടുങ്ങിയ കോൺഗ്രസ് പ്രതിരോധത്തിലുമായി. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ നീക്കം പാകിസ്ഥാനെതിരെയാണ്. എന്നാൽ ഇന്ത്യയിൽ അത് കോൺഗ്രസിനെതിരെ കൂടിയാണ്. കേന്ദ്ര സർക്കാരിന്റെ തന്ത്രം തിരിച്ചറിയാതെ പോയ കോൺഗ്രസ് ഇതിൽ കുടുങ്ങിയെന്ന് വേണം കണക്കാക്കാൻ. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു 2 ദിവസം മുമ്പ് 3 കോൺഗ്രസ് നേതാക്കളെ നേരിൽ ബന്ധപ്പെട്ട് നയതന്ത്ര സംഘത്തിന്റെ ഭാഗമാകണമെന്ന് ആവശ്യപ്പെട്ടു. നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂർ, സൽമാൻ ഖുർഷിദ്, മനീഷ് തിവാരി എന്നിവരെയാണ് വിളിച്ചത്. പാർട്ടി നേതൃത്വമായി ആലോചിക്കട്ടെ എന്ന് സൽമാൻ ഖുർഷിദ് മറുപടി നൽകി. വിളിച്ച വിവരം നേതൃത്വത്തെ അറിയിച്ചതായി തരൂരും പറഞ്ഞു. ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ ആഗ്രഹമില്ല. സർക്കാരിനെ വിളിച്ചതിന് പാർട്ടി നേതൃത്വത്തിനെ അറിയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് അവരെന്നെ തീരുമാനിക്കട്ടെ. ഇത് പുതിയ വാർത്തയല്ല, ഇത് 1-2 ദിവസമായ സംസാരമാണ്. ഞാൻ എന്റെ ഭാഗമായിട്ട് എന്റെ പാർട്ടി അറിയിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ക്ഷണം വന്നിട്ടുണ്ട്. നയതന്ത്ര സംഘത്തിലേക്ക് 4 നേതാക്കളുടെ പേര് നിർദ്ദേശിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തോടും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് മുൻ മന്ത്രി ആനന്ദ് ശർമ്മ, ഗൌരവ് ഗൊഗോയ്, സയ്യിദ് നസീർ ഹുസൈൻ, രാജ ബ്രാർ എന്നിവരുടെ പേരുകൾ നൽകി. ഇവിടെ 2 അപകടം കോൺഗ്രസ് തിരിച്ചറിഞ്ഞില്ല. കോൺഗ്രസ് പേരു നൽകിയില്ലെങ്കിലും തരൂരിന്റെ പേര് കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്താനുള്ള സാധ്യത. പാർട്ടി എതിർത്താലും രാജ്യതാൽപര്യം പറഞ്ഞ് തരൂർ അത് സ്വീകരിക്കാനുള്ള സാധ്യത. കോൺഗ്രസ് പട്ടിക കിട്ടിയതോടെ പട്ടികയിലില്ലാത്ത തരൂരിനെ ഒരു പ്രധാന സംഘത്തിന്റെ തലവനാക്കിയുള്ള പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടു. തൊട്ടുപിന്നാലെ കോൺഗ്രസ് നൽകിയ പേരുകൾ ജയറാം രമേശും പുറത്തുവിട്ടു. ക്ഷണം ബഹുമതിയാണെന്നും ദേശീയ താൽപര്യം മുൻനിർത്തി തന്റെ സേവനം നൽകുമെന്നും വ്യക്തമാക്കി തരൂർ കേന്ദ്ര സർക്കാർ കുറിപ്പ് ഷെയർ ചെയ്തു. ബിജെപിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും തന്ത്രം തിരിച്ചറിഞ്ഞ് തരൂരിന്റെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസിനായതുമില്ല. തരൂരിനെ തള്ളാനും കൊള്ളാനും വയ്യാതെ ഹൈക്കമാൻഡ് പതുങ്ങി നിന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് കേരള ഘടകത്തിന്റേതായിരുന്നു ശ്രദ്ധേയമായ പ്രതികരണം. തരൂരിനെ സംഘത്തലവനാക്കിയത് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ബിജെപിയിലെ പ്രതിഭാശൂന്യതയാണ് ഇതിന് പ്രേരിപ്പിച്ചതെന്നും മോദി സർക്കാർ മോശമാക്കിയ ആഗോള പ്രതിച്ഛായ തരൂർ തിരുത്തുമെന്നും പ്രതികരിച്ചു. തരൂരിനെ അനുകൂലിച്ചതാണോ ബിജെപിയെ കുത്തിയതാണോ ഇതെന്നൊക്കെ വരികളിൽ വായിക്കേണ്ടി വരും. പാർട്ടി അനുമതിയില്ലാതെ സംഘത്തിന്റെ ഭാഗമായ തരൂരിനെതിരെ മിണ്ടാനോ നടപടിയെടുക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച അഭിഭാഷകൻ ബെയ്ലിൻ ദാസ് ജയിലിൽ തുടരും. ഇയാളുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ജൂനിയർ അഭിഭാഷകയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒരു സീനിയറിനുണ്ടെന്ന് വാദത്തിനിടെ കോടതി പറഞ്ഞു. ബെയ്ലിന്റെ അറസ്റ്റ് ഉണ്ടായപ്പോൾ തന്നെ നീതി കിട്ടിയെന്ന് ശ്യാമിലി പ്രതികരിച്ചു. ബെയ്ലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദമാണ് നടന്നത്. നിയമത്തിൽ നല്ല അറിവുള്ള ബെയ്ലിന് ജാമ്യം നൽകിയാൽ സാക്ഷികൾ സ്വാധീനിക്കപ്പെടുമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. പ്രതിയുടെ ഓഫീസിലുള്ളവരും സാക്ഷികളാണ്. ഇവരെയും സ്വാധീനിക്കാൻ എളുപ്പമാണ്. ശ്യാമിലിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്നതും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. സമാനമായ കേസുകളിൽ മുൻകൂർ ജാമ്യം പോലും നൽകിയിട്ടുണ്ടെന്ന് പ്രതിഭാഗം പറഞ്ഞു. പ്രതിയെ ശ്യാമിലി ആക്രമിക്കുകയായിരുന്നു. ബെയിലിന് അതിൽ പരിക്കേറ്റു. പ്രകോപനമുണ്ടാക്കിയത് ശ്യാമിലിയാണെന്നും ബെയിലിന്റെ അഭിഭാഷകൻ വാദിച്ചു. കോടതി നടപടിയിൽ ശ്യാമിലി ആശ്വാസം പ്രകടിപ്പിച്ചു. എനിക്ക് ഓൾറെഡി നീതി ലഭിച്ചു കഴിഞ്ഞു. ഇനി കോടതിയുടെ തീരുമാനം എന്ത് തന്നെയായാലും ഞാനത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു അനുഭവം ആർക്കും തന്നെ ഉണ്ടാവരുത്. ഇനി ഇതൊരു ആവർത്തനം, ഇനി ഒരിക്കൽ സംഭവിച്ചു ഇത് ആദ്യത്തെയും അവസാനത്തെയുമായി തീരട്ടെ എന്നുള്ളതാണ്. ഒത്തിരി പ്രതീക്ഷകളോട് കൂടിയാണ് എല്ലാവരും ഈ യൂണിഫോം അണിഞ്ഞ് നടക്കുന്നത്. ഈ യൂണിഫോം എന്നല്ല, അത് ഇപ്പോൾ ഏത് പ്രൊഫഷണലായാലും അവരുടെ പ്രൊഫഷണലായിരിക്കും, അവർ അത്രയും താല്പര്യത്തോടു കൂടി ആണ് അത് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇനി ഒരു സംഭവം ഒരിക്കലും ആർക്കും, ഒരു ജൂനിയേഴ്സിനും ഒരു സീനിയേഴ്സിനും ആർക്കും തന്നെ ഉണ്ടാവാതിരിക്കട്ടെ. ജൂനിയർ അഭിഭാഷകയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സീനിയറിനുണ്ടെന്ന് വാദത്തിനിടെ കോടതി ഓർമ്മിപ്പിച്ചു. അനുവാദമില്ലാതെ ശരീരത്തിൽ തൊട്ടത് ശരിയല്ലെന്നും കോടതി. എന്നാൽ ലൈംഗിക ഉദ്ദേശത്തോടെ ആയിരുന്നില്ല അതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വിശദീകരണം. ഇതെല്ലാം കേട്ട ശേഷമാണ് വിധി പറയൽ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. ബാർ അസോസിയേഷനെതിരാണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് അഭിഭാഷകന്റെ മർദ്ദനത്തിനിരയായ ശ്യാമിലിയുടെ വാട്സ്ആപ്പ് സന്ദേശം പുറത്തുവന്ന സാഹചര്യത്തിലാണ് വിശദീകരണം. ഒരു ഇരയ്ക്ക് കേട്ടുനിൽക്കാൻ പറ്റാത്ത വാക്കുകളാണ് ഗ്രൂപ്പിൽ വന്നത്. സ്ത്രീയായിട്ടുള്ള സീനിയർ അഭിഭാഷകയുടെ ഭാഗത്തുനിന്നു പോലും മോശമായ പരാമർശമുണ്ടായെന്നും ശ്യാമിലി പറഞ്ഞു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു.
എൻ്റെ ഈ ഒരു കാര്യം കണ്ട് അവരുടെ മനസ്സിൽ തോന്നുന്നു എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അതൊരു വിക്ടിം ബ്ലെയിമിങ്ങിലോട്ട് പോയപ്പോഴാണ് എനിക്കത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായത്. അല്ലാതെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അതിൽ മറുത്തൊരു അഭിപ്രായമില്ല. അതൊരു എന്നോടൊന്നല്ല, ഒരു കേസിലെയും ഒരു വിക്ടിമിനെയും ഒന്നും പ്രത്യേകിച്ച് കോടതി പരിധിയിലിരിക്കുന്ന കാര്യമാണ്. ഭൂരിപക്ഷം അഭിഭാഷകരും ഒപ്പം നിന്നില്ല എന്നായിരുന്നു അഭിഭാഷകരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ശ്യാമിലിയുടെ പ്രതികരണം. ബാർ അസോസിയേഷനിലെ ഭൂരിപക്ഷവും കാര്യം എന്തെന്നറിയാതെ തനിക്കെതിരെ കഥകൾ പ്രചരിപ്പിക്കുന്നു. തന്റെ കാലുകൊണ്ട് സ്വന്തമായി മുഖത്തടിച്ചതുപോലെയാണ് പലരും അഭിപ്രായപ്പെടുന്നത്. സഹപ്രവർത്തകർ കൂടെ നിൽക്കില്ലെന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടെന്നും കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ മാധ്യമങ്ങളെ അറിയിക്കുമെന്നും ശ്യാമിലി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞു. ആ ശബ്ദരേഖ ന്യൂസ് 18 ലഭിച്ചു. ഇത്രയും വിക്ടിം ബ്ലെയിമിങ് ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്റെ എവിഡൻസ് എന്റെ മുഖത്തുണ്ട്. അത് ഇപ്പോ എനിക്ക് മനസ്സിലായി. എന്റെ സഹപ്രവർത്തകർ എന്റെ കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമായി. അത് നാളെ ഞാൻ ഇത് മീഡിയയെ അറിയിക്കും. നാളെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ സഹോദരികൾക്കോ ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ഈ ഒരു അവസ്ഥ വന്നാൽ മാത്രമേ എന്റെ സ്ഥാനത്ത് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ആരെങ്കിലും നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകൂ. ഇതിപ്പോ ഞാൻ എന്റെ കാലുകൊണ്ട് ഞാൻ എന്റെ മുഖത്ത് അടിച്ചതുപോലെയാണ് ഇവിടെ ഓരോരുത്തരുടെ അഭിപ്രായം. എന്താണ് സ്വന്തം ഇപ്പോ സഹപ്രവർത്തകർ കൂടെ നിൽക്കുന്നില്ല, കേരള ജനതയാണ് എന്റെ കൂടെ നിൽക്കുന്നത്. ഇനി ഇന്ത്യയുടെ നയതന്ത്ര യുദ്ധം. നൂർഖാൻ അടക്കം തന്ത്രപ്രധാന വ്യോമസേനാ താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചെന്ന് സ്ഥിരീകരിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. പാക് സൈനിക മേധാവി ഇക്കാര്യം തന്നെ പുലർച്ചെയാണ് വിളിച്ചറിയിച്ചതെന്നും പാക് പ്രധാനമന്ത്രി വെളിപ്പെടുത്തി. സംഘർഷത്തിൽ ഇന്ത്യ തകർത്തത് 600 ഡ്രോണുകളാണ്. അതേസമയം പഹൽഗാം ആക്രമണത്തിന് ശേഷം അടച്ച അട്ടാരി ചെക്ക് പോസ്റ്റ് ഇന്നലെ അഫ്ഗാൻ ട്രക്കുകൾക്ക് വേണ്ടി തുറന്നുകൊടുത്തു. ഒടുവിൽ ഇന്ത്യയുടെ സൈനിക ശക്തി പാക് പ്രധാനമന്ത്രിയും സമ്മതിക്കുകയാണ്. ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാക് സൈനിക ആസ്ഥാനത്തോട് ചേർന്നുള്ള തന്ത്രപ്രധാനമായ നൂർഖാൻ വ്യോമസേന താവളത്തിൽ മിസൈൽ പതിച്ചുവെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഷഹബാസ് ഷെരീഫ്. മെയ് 10 പുലർച്ചെ 2:30 സൈനിക മേധാവി അസിം മുനീറാണ് ഇക്കാര്യം വിളിച്ചറിയിച്ചതെന്നും ഇസ്ലാമാബാദിൽ സൈനിക ഉദ്യോഗസ്ഥരെയും പൗരപ്രമുഖരെയും അഭിസംബോധന ചെയ്ത് ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. എത്ര തിരിച്ചടി ഉണ്ടായാലും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് ആവർത്തിക്കുന്ന പാകിസ്ഥാന്റെ പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ് ഷഹബാസ് ഷെരീഫിന്റെ വാക്കുകൾ. एक मेजर्ड एक हम जवाब देंगे. 9 और 10 की दरमियानी रात में तकरीबन 2:30 बजे सिपा सलार जनरल सैयद आसिम मुनीर ने मुझे सिक्योर फोन पे मुझे बताया कि वज़ीर आज़म साहब, हिंदुस्तान ने अपने बैलिस्टिक मिसाइल अभी लॉन्च किए हैं. एक नूर खान एयरपोर्ट पे गिरा है और कुछ और दूसरे इलाकों में गिरे हैं. പ്രസംഗത്തിൽ അസിം മുനീറിന്റെ ഫോൺ കോൾ രണ്ടാമത് വന്ന കാര്യം ഷഹബാസ് ഷെരീഫ് വിശദീകരിക്കുന്നുണ്ട്. ആ സമയം താൻ നീന്തുകയായിരുന്നു. കനത്ത തിരിച്ചടി നൽകിയതോടെ വെടിനിർത്തലിന് ഇന്ത്യ അഭ്യർത്ഥിച്ചെന്ന് അസിം മുനീർ അറിയിച്ചെന്നും പാക് പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. സംഘർഷത്തിൽ പാക് സൈന്യം നേടിയ ആധിപത്യം ലോകമെമ്പാടും ചർച്ച ചെയ്യുകയാണെന്ന വീരവാദവും പാക് പ്രധാനമന്ത്രി നടത്തി. सुबह का वक्त था. मुझे सुबह में फजर के बाद मैं स्विमिंग करता हूं, तो मैं एहतियातन अपना सिक्योर फोन साथ ले गया और मैंने ज़िया को कहा कि ज़िया यार, अगर कोई घंटी बजे तो मुझे फौरन बताना. एज लक वुड हैव इट, वो घंटी बजी तो जनरल आसिम मुनीर लाइन पर थे. कहने के वज़ीर आज़म, हमने बड़ा भरपूर उनको जवाब दिया है. ഇതിൽ വെടിനിർത്തലിന് ഇന്ത്യ ആവശ്യപ്പെട്ടുവെന്നതും ഇന്ത്യൻ സൈന്യത്തിനുമേൽ ആധിപത്യം നേടിയെന്നതും പാകിസ്ഥാന്റെ അവകാശവാദവും പതിവ് പോലെ വ്യാജ പ്രചാരണവും മാത്രമാണ്. പാക് DGMOയാണ് ചർച്ചയ്ക്ക് വന്നതെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ച മെയ് 10 വൈകിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയതാണ്. ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ നൂർഖാൻ അടക്കം 11 വ്യോമസേനാ താവളങ്ങൾക്ക് വലിയ നാശനഷ്ടമുണ്ടായപ്പോൾ ഇന്ത്യയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട പാകിസ്ഥാന്റെ 600-ലധികം ഡ്രോണുകളാണ് രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തത്. ഇന്ത്യൻ സംവിധാനങ്ങളെ മറികടന്നത്
വിരലിലെണ്ണാവുന്നത് മാത്രം. ഉധംപൂർ, പഠാൻകോട്ട് വ്യോമസേന താവളങ്ങൾക്ക് ചെറിയ കേടുപാട് സംഭവിച്ചു എന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചതുമാണ്. അതിനിടെ 23 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അട്ടാരി ചെക്ക് പോസ്റ്റ് തുറന്നു. ഇതോടെ അതിർത്തിയിൽ കുടുങ്ങിയ അഫ്ഗാൻ ലോറികൾ ചരക്കുമായി ഇന്ത്യയിൽ പ്രവേശിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെയാണ് അതിർത്തി തുറന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യയെ ലക്ഷ്യമിടുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പിന്തുണ നൽകുന്നതിനെതിരെ പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പുമായി ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. താങ്ധർ സെക്ടറിലെ LOCയിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികരെ അദ്ദേഹം സന്ദർശിച്ചു. ലഫ്റ്റനന്റ് ഗവർണർ സൈന്യത്തിന്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. രാജ്യം വീരന്മാരുടെ സുരക്ഷിതമായ കൈകളിലാണെന്ന് ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞു. തപാൽ വോട്ട് വെളിപ്പെടുത്തലിൽ G. സുധാകരനെതിരെ കേസെടുത്തത് സർക്കാർ തലപ്പത്തു നിന്നുള്ള നിർദ്ദേശപ്രകാരമെന്ന് സൂചന. വിവാദ പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് കേസെടുക്കാൻ നിർദ്ദേശം ലഭിച്ചിരുന്നു. തന്നെ പാർട്ടിയുടെ പരിധിയിൽ കൊണ്ടുവരാൻ ഗൂഢാലോചന നടന്നുവെന്നാണ് സുധാകരന്റെ നിലപാട്. ഇതിനിടെ സുധാകരനെതിരെ ഒളിയമ്പുമായി H. സലാം MLAയും ഫേസ്ബുക്കിൽ രംഗത്തെത്തി. വിവാദ പ്രസ്താവന സംബന്ധിച്ച വാർത്ത വന്നപ്പോൾ തന്നെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് കേസെടുക്കാൻ സർക്കാർ തലപ്പത്ത് നിന്ന് നിർദ്ദേശമെത്തി. പോലീസ് നിയമോപദേശം തേടിയെങ്കിലും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടത് കാലപ്പഴക്കം കേസിനെ ബാധിക്കുമോ എന്ന് മാത്രം. അതായത് വിവാദ പ്രസ്താവനയിൽ കേസെടുക്കാമോ എന്ന് ആവശ്യപ്പെടുന്നതിന് പകരം കാലപ്പഴക്കം കേസിനെ ബാധിക്കുമോ എന്ന സംശയം മാത്രമാണ് പോലീസിന് ഉണ്ടായിരുന്നത്. നിയമോപദേശം തേടുന്നതിനിടയിലും FIR നമ്പർ ആവശ്യപ്പെട്ട് നിരവധി തവണയാണ് ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് തലസ്ഥാനത്തു നിന്നും അന്വേഷണമെത്തിയത്. സർക്കാരിനെതിരെ തുടർച്ചയായി വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സുധാകരനെ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണോ കേസെടുത്തത്? സുധാകരന് ഈ കാര്യത്തിൽ കടുത്ത അതൃപ്തിയുമുണ്ട്. ഇതിനിടെ സുധാകരനും H. സലാം MLAയും തമ്മിലുള്ള തർക്കം വിവാദത്തിനിടെ പരസ്യമായി. കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയുമെന്ന തലക്കെട്ടോടെ സുധാകരനെ വിമർശിച്ച H. സലാം MLAയും ഫേസ്ബുക്കിൽ രംഗത്തെത്തി. കുഞ്ചൻ നമ്പ്യാർ സ്മാരകവുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച സുധാകരൻ ഉയർത്തിയ വിമർശനങ്ങൾക്ക് മറുപടി എന്നോണമായിരുന്നു നിയമ നടപടിക്ക് പിന്നാലെയുള്ള H. സലാമിന്റെ പോസ്റ്റ്. അനാവശ്യങ്ങൾ പറയുമ്പോൾ പ്രതികരിക്കാത്തത് ഭാഷ വശമില്ലാത്തതുകൊണ്ടോ പറയാൻ അറിയാത്തതുകൊണ്ടോ അല്ല. അവശേഷിക്കുന്ന ബഹുമാനം ഇനിയും കളഞ്ഞു കുളിക്കരുതെന്നും പോസ്റ്റിൽ പറയുന്നു. അതേസമയം തിരഞ്ഞെടുപ്പ് കേസിനെ സംബന്ധിച്ച് പുരോഗതി യഥാസമയം അറിയിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. കേസെടുത്തത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ടെന്നും ഓഫീസർ അറിയിച്ചു. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. മലപ്പുറം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന കടുവയുടെ ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. അതേസമയം ദൌത്യത്തിന് നേതൃത്വം നൽകുന്ന നിലമ്പൂർ സൌത്ത് DFO ധനിത് ലാലിനെ സ്ഥലം മാറ്റിയത് വിവാദമായി. റാവുത്തൻകാട്ടിൽ ഗഫൂറിന്റെ മൃതദേഹം കണ്ടെത്തിയ മേഖലയോട് ചേർന്ന് സ്ഥാപിച്ച ക്യാമറയിലാണ് ഇന്ന് രാവിലെ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. 2015-ൽ സൈലന്റ് വാലി മേഖലയിൽ വനം വകുപ്പ് കണ്ടെത്തിയ കടുവയാണിത്. നമ്മൾ നാരോ ഡൗൺ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പ്രസൻസ് കിട്ടിയിട്ടുണ്ട്. പ്രസൻസ് കിട്ടി കണ്ടെത്തി. നമുക്ക് ഒരു ഒറ്റ ഫോട്ടോയെ വന്നിട്ടുള്ളൂ. നമ്മൾ കൂടുതൽ എക്സ്റ്റൻസീവ് ആയിട്ട് നമ്മൾ ആക്കാൻ വേണ്ടി പോവാണ്. അത് ഏരിയ കവർ ചെയ്യാൻ വേണ്ടി പോവാണ്. ക്യാമറയിലാണ് പതിഞ്ഞിരിക്കുന്നത്. അതെ, ക്യാമറയിലാണ്. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ഈ മേഖലയിൽ തെരച്ചിൽ ഊർജിതമാക്കി. കടുവ നിൽക്കുന്ന ഇടം കൃത്യമായി മനസ്സിലാക്കാനായാൽ അടുത്ത ഘട്ടത്തിൽ കുങ്കിയാനകൾ ഉപയോഗിച്ചാകും പ്രവർത്തനങ്ങൾ. ദൌത്യം അതിന്റെ നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് സൌത്ത് DFO ധനിത് ലാലിന് വനംവകുപ്പ് ആസ്ഥാനത്തേക്കുള്ള സ്ഥലമാറ്റ ഉത്തരവ് വന്നത്. വനംവകുപ്പ് ആസ്ഥാനത്ത് ഇപ്പോഴുള്ള ACF K. രാകേഷിനാണ് പകരം ചുമതല. വിജിലൻസ് പരാതിയുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾക്ക് വേണ്ടിയാണ് സ്ഥലമാറ്റമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഈ ഘട്ടത്തിൽ DFOയെ മാറ്റുന്നത് ദൌത്യത്തെ ബാധിക്കുമെന്ന് ഡോക്ടർ അരുൺ സഖറിയ പറഞ്ഞു. പുള്ളിയാണല്ലോ അത് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളിയാണല്ലോ. ഇതിനൊരു സെറ്റ് ബാക്ക് ഉണ്ട്. കുഴപ്പമില്ല. അത് ഗവൺമെന്റ് തീരുമാനമല്ലേ, ഡിസിഷൻസ് അല്ലേ. പക്ഷെ നമ്മളൊരു ഓപ്പറേഷൻ അത് ഒരു ചെറിയൊരു ഹീസ് ലീഡിങ് ദാറ്റ് പ്രോസസ്. എന്നാൽ വന്യജീവി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വനംവകുപ്പിന് സംഭവിച്ച വീഴ്ച DFOയെ സ്ഥലം മാറ്റിയതിലൂടെ മറച്ചുവെക്കാനാകില്ലെന്ന് MLA AP അനിൽകുമാർ പറഞ്ഞു. സ്ഥലം മാറ്റം ദൌത്യത്തെ ബാധിക്കരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വനമേഖലയോട് ചേർന്നുള്ള എസ്റ്റേറ്റുകളിലെ അടിക്കാട് വെട്ടാനും കൊല്ലപ്പെട്ട ഗഫൂറിന്റെ കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കാനും റബ്ബർ ടാപ്പിംഗിന് പോകാൻ കഴിയാത്ത തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ നൽകാനും സർക്കാരിനോട് ആവശ്യപ്പെടാൻ കാളികാവിൽ ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചു. കാളികാവിലെ കടുവാ ദൌത്യം പുരോഗമിക്കുന്നതിനിടെയാണ് DFOയ്ക്ക് സ്ഥലം മാറ്റ ഉത്തരവ് വരുന്നത്. വനംവകുപ്പിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് തടയിടാൻ വേണ്ടിയാണെങ്കിലും ഈ സ്ഥലം മാറ്റം ദൌത്യത്തെ ബാധിക്കുകയില്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.
ED കേസ് ഒഴിവാക്കുന്നതിന് 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ ED ഉദ്യോഗസ്ഥൻ 1-ാം പ്രതി. കൊച്ചി ED ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറാണ് പ്രതി. ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് കൊല്ലം സ്വദേശിയായ വ്യാപാരിയിൽ നിന്ന് ഇടനിലക്കാർ പണം ആവശ്യപ്പെട്ടതെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ വ്യവസായിയെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനു പിന്നാലെ തന്റെ ഏജന്റുമാരെ ഉപയോഗിച്ച് വലിയ പണപ്പിരിവിനാണ് ശേഖർ കുമാർ ലക്ഷ്യമിട്ടത്. സമാനമായ ഇടപെടലുകൾ മറ്റു കേസുകളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നും വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. ശേഖർ കുമാറിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്നലെ അറസ്റ്റിലായ ഏജന്റുമാരായ എറണാകുളം സ്വദേശി വിൽസൺ, രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് എന്നിവർ റിമാൻഡിലാണ്. കേസുമായി ബന്ധപ്പെട്ട് ഒരു ചാർട്ടേഡ് അക്കൌണ്ടന്റിനെ കൂടി വിജിലൻസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു ഫർദർ അറസ്റ്റ് കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുകൊണ്ട് പറയാം. ഞങ്ങൾ സമയം തരാം. ഞങ്ങൾക്ക് ഫർദർ അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അന്വേഷണം തുടങ്ങട്ടെ. ഞങ്ങൾ അന്വേഷണം തുടങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽസ് പറയാം. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും മൊബൈൽ ഫോണുകളും ബാങ്ക് ഇടപാടുകളും പരിശോധിച്ച ശേഷമാണ് വിജിലൻസ് ശേഖർ കുമാറിനെ 1-ാം പ്രതിയാക്കിയത്. കൊട്ടാരക്കര സ്വദേശിയും കശുവണ്ടി വ്യവസായിയുമായ പരാതിക്കാരന് കശുവണ്ടി വ്യവസായ സ്ഥാപനത്തിന് ടേൺ ഓവർ കൂടുതലാണെന്നും കണക്കുകളിൽ വ്യാജരേഖകൾ കാണിച്ച് പണം കൂടുതലും വിദേശത്താണ് ഉപയോഗിച്ചതെന്നും കാട്ടി കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നും 2024 സമൻസ് ലഭിച്ചിരുന്നു. തുടർന്ന് കൊച്ചി ED ഓഫീസിൽ ഹാജരായ പരാതിക്കാരനോട് വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ബിസിനസ് രേഖകളും കണക്കുകളും ഹാജരാക്കാനും ഇല്ലെങ്കിൽ കേസെടുക്കുമെന്നും ശേഖർ കുമാർ ഭീഷണിപ്പെടുത്തി. ഇതിനുശേഷമാണ് പരാതിക്കാരൻ വിജിലൻസിനെ സമീപിച്ചത്. ന്യൂസ് 18 കൊച്ചി. ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്തിന്റെ ഓഫീസിൽ വിജിലൻസ് പരിശോധന നടക്കുകയാണ്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ ഒരുങ്ങുകയാണിപ്പോൾ. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ആരാണ് ഈ റെയ്ഡ് നടത്തുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രഞ്ജിത്തിന്റെ ഓഫീസായ വാര്യർ എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് റെയ്ഡ് നടക്കുന്നത്. രഞ്ജിത്തെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതുപോലെ 3 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഇപ്പോൾ വിജിലൻസ് അല്പസമയത്തോളം വിജിലൻസ് ഓഫീസിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 3 പേർ, അതായത് നേരത്തെ അറസ്റ്റിലായിരുന്ന വിൽസൺ, അതുപോലെ മുകേഷ് മുരളി, ഇപ്പോൾ രഞ്ജിത്ത് വാര്യർ എന്ന് പറയുന്ന ഈ ചാർട്ടേഡ് അക്കൌണ്ടന്റ്, ഈ 3 പേരെയുമാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഈ പറയുന്ന, അതായത് ED ഉദ്യോഗസ്ഥൻ, ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന് വേണ്ടിയിട്ടുള്ള, അതായത് അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റിനെ പറ്റിയുള്ള കൂടുതൽ അന്വേഷണം വിജിലൻസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് മാത്രമല്ല, സമ്മനത്താണ് വിൽസന്റെ ഓഫീസുള്ളത്. അവിടെ റെയ്ഡ് വേണം. അതല്ലെങ്കിൽ ഈ മുകേഷ് മുരളിയുമായി ബന്ധപ്പെട്ട് അയാൾ താമസിക്കുന്ന ഇടങ്ങളിൽ പരിശോധന നടത്തണം തുടങ്ങിയ കുറെ കാര്യങ്ങളുണ്ട് എന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത്. അത്തരം കാര്യങ്ങൾക്ക് ശേഷമായിരിക്കും ഇതിലൊരു ഈ വിജിലൻസ് ED അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ശേഖർ കുമാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തത തരികയുള്ളൂ. അതേസമയം ഈ കൊല്ലത്തെ വ്യാപാരി അയാളുടെ മൊഴി അനുസരിച്ചിട്ട് ആദ്യത്തെ FIR രേഖപ്പെടുത്തിയപ്പോൾ ആദ്യത്തെ മൊഴി അനുസരിച്ചിട്ടാണ് ശേഖർ കുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് അദ്ദേഹം 1-ാം പ്രതിയായിട്ടുള്ളതെന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത്. കൂടുതലും ശേഖർ കുമാറിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിച്ചിട്ടുണ്ട്. അതുപോലെ ട്രാൻസാക്ഷൻ നടന്ന ഡീറ്റെയിൽസ് പരിശോധിച്ചിട്ടുണ്ട്. അതുപോലെ ഈ വിൽസന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് പരിശോധിച്ചിട്ടുണ്ട്. വിൽസന് ഇവരുടെ അഡ്രസ്, അതായത് ഈ കൊല്ലത്തെ വ്യാപാരിയുടെ അഡ്രസ്സും രഞ്ജിത്ത് വാര്യരാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ രഞ്ജിത്തുകാരന്റെ ഈ ഇൻവോൾവ്മെന്റ് കൂടുതൽ പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ കശുവണ്ടി വ്യാപാരിയാണ്, അദ്ദേഹത്തിന് ടേൺ ഓവർ കൂടുതൽ ആണ് എന്ന് കാണിച്ചു. അതിൽ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ED 2024 നോട്ടീസ് നൽകുന്നത്. അതായത് ഇടപാടുകൾ ഏറെയും വിദേശത്താണ്, നൽകിയിരിക്കുന്നത് കള്ളക്കണക്കാണ് എന്നുള്ള തരത്തിലായിരുന്നു ED ആ സമയത്ത് നോട്ടീസ് നൽകിയത്. ഈ ED ചോദ്യം ചെയ്യലിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി 2 കോടി രൂപ കൈക്കൂലി ചോദിച്ചിട്ടായിരുന്നു ഈ ഏജന്റുമാർ ഇയാളെ കൊല്ലത്തെ വ്യാപാരിയെ സമീപിച്ചിരുന്നത്. അതിൽ 2 ലക്ഷം രൂപ അഡ്വാൻസ് ആയി നൽകണമെന്നുള്ള കാര്യത്തിൽ എന്നുള്ള സാഹചര്യത്തിൽ അയാൾ വിജിലൻസിനെ സമീപിക്കുകയും വിജിലൻസിൽ കൂടി ചേർന്ന് നടന്ന ഓപ്പറേഷനാണ് ഇവരൊക്കെ പിടിയിലാവുന്ന സാഹചര്യം ഉണ്ടായത്. ശരി, ആജ്ഞയാണ് വിവരങ്ങൾ നൽകുന്നത് കൊച്ചിയിൽ നിന്ന്. CPM സംസ്ഥാന സമിതി അംഗം A. പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. KK രാഗേഷിന്റെ ഒഴിവിലേക്കാണ് നിയമനം. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മുഖം മിനുക്കാനുള്ള നടപടികളുടെ കൂടി ഭാഗമായാണ് പ്രദീപ് കുമാറിന്റെ നിയമനം. മെച്ചപ്പെട്ട ഭരണമെന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വലിയ വിമർശനമാണ് CPMന്റെ സമ്മേളനങ്ങളിൽ ഉയർന്നിരുന്നത്. സാധാരണക്കാർക്ക് മാത്രമല്ല, പാർട്ടി നേതാക്കൾക്ക് പോലും അപ്രാപ്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയെന്നായിരുന്നു വിമർശനം. ആ ദുഷ്പേര് മാറ്റാനുള്ള ആലോചനകളിലായിരുന്നു സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രിയും. കോഴിക്കോട്ടെ ജനകീയ നേതാവും തുടർച്ചയായ 3 ടേമുകളിൽ MLAയുമായിരുന്നു പ്രദീപ് കുമാർ. DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു.
CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്കും പ്രദീപ് കുമാറിന്റെ പേര് ഉയർന്നിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് ലഭിച്ചതെന്നും 3ാം ടേമും ഇടതു സർക്കാർ അധികാരത്തിൽ വരുമെന്നും പ്രദീപ് കുമാർ പ്രതികരിച്ചു. അല്ലാതെ നമ്മുടെ പാർട്ടി ഏൽപ്പിച്ചൊരു ദൗത്യം, നമ്മുടെ സർക്കാർ ഏൽപ്പിച്ചൊരു ദൗത്യം എന്ന നിലയിലാണ്. അത് നന്നായി നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവിടെ നല്ലൊരു സംവിധാനമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ വളരെ നന്നായി പ്രവർത്തിക്കുന്നൊരു സംവിധാനം അവിടെ ഉണ്ട്. അപ്പോൾ അതിനോടൊപ്പം ചേർന്ന് ഈ ഒരു ഇപ്പോൾ ഏൽപ്പിച്ച പ്രൈവറ്റ് സെക്രട്ടറിയുടെ ദൗത്യം നിർവഹിക്കുക എന്നുള്ളതാണ്. സുനിശ്ചിതമായ 3ാം ഊഴത്തിലേക്കുള്ള ഒരു പ്രയാണത്തിൽ ഒരു നിർണായക ഘട്ടത്തിൽ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ആ ഭരണ സംവിധാനത്തിൻ്റെയും ഓഫീസിൻ്റെയും ഭാഗമാകാൻ കഴിയുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തുടർഭരണത്തിൽ തുടർച്ച ലക്ഷ്യമിടുന്ന CPMന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടണമെന്ന അഭിപ്രായമുണ്ട്. പ്രദീപ് കുമാറിന്റെ വരവിലൂടെ അതുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് P. ശശിയുണ്ട്. പാർലമെന്ററി രംഗത്തും സംഘടനാ രംഗത്തും ഒരുപോലെ പരിചയസമ്പന്നനായ നേതാവായ പ്രദീപ് കുമാർ കൂടി ഓഫീസിൽ വരുന്നതോടെ പ്രവർത്തനം മെച്ചപ്പെടുമെന്നാണ് മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും പ്രതീക്ഷ. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഒരു ദിവസം കളിക്കാൻ അർജന്റീനൻ ടീം എത്തുമെന്ന് കായികമന്ത്രി V. അബ്ദുറഹ്മാൻ. അർജന്റീനയുമായി സംസ്ഥാന സർക്കാർ നല്ല ബന്ധത്തിലാണ്. അവർക്ക് കളിക്കാൻ കഴിയുന്ന 2 സ്റ്റേഡിയങ്ങൾ നിലവിൽ കേരളത്തിലുണ്ട്. ഇത് സംബന്ധിച്ച ഒരു ആശയക്കുഴപ്പവുമില്ല. കാണികളെ കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്റ്റേഡിയത്തിലായിരിക്കും കളി നടത്തുക. സ്പോൺസർക്ക് പണം അടയ്ക്കാൻ ഇനിയും സമയമുണ്ടെന്നും V. അബ്ദുറഹ്മാൻ പറഞ്ഞു. ഞാൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ സ്പോൺസർ പറഞ്ഞതനുസരിച്ച് ഈ ടീം വരുന്ന ഒക്ടോബറിൽ കേരളത്തിൽ കളിക്കും. കാസർഗോഡ് അമ്പലത്തറയിൽ 14 വയസ്സുകാരിയെ കൊന്ന പ്രതി 15 വർഷത്തിനു ശേഷം പിടിയിലായി. ബാപ്പുങ്കയം സ്വദേശിയും കരാറുകാരനുമായ ബിജു പൌലോസിനെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. 2011 പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. അച്ഛന്റെ പരാതിയിൽ അമ്പലത്തറ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പുഴയിൽ കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം എന്ന നിലയിൽ രശ്മിയുടെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തിരുന്നു. മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുത്ത ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ DNA പരിശോധനയാണ് പ്രതിയുടെ അറസ്റ്റിലേക്ക് നയിച്ചത്. വയനാട്ടിൽ നിന്നാണ് ബിജു പൌലോസ് പിടിയിലായത്. സംസ്ഥാന സർക്കാരിന്റെ എന്റെ കേരളം 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എന്റെ കേരളം മെഗാ പ്രദർശന വിപണന കലാമേളയ്ക്ക് പത്തനംതിട്ടയിൽ തുടക്കമായി. ശബരിമല ഇടത്താവളത്തിൽ നടക്കുന്ന മേള ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. 22-ന് മേള അവസാനിക്കും. രാവിലെ 10 മുതൽ രാത്രി 9 വരെയാണ് പ്രദർശനം. പ്രവേശനം സൗജന്യമാണ്. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ശീതീകരിച്ച 188 സ്റ്റാളുകളാണ് മെഗാമേളയ്ക്കായി പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ തുടക്കമായത്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അധ്യക്ഷനായ ചടങ്ങ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. 71,000 ചതുരശ്ര അടിയിൽ പത്തനംതിട്ട ജില്ലയിൽ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളാണ് മേളയെ ആകർഷകമാക്കിയിട്ടുള്ളത്. എന്റെ കേരളം പ്രദർശന വിപണന മേള പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് ആരംഭിക്കുകയാണ്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മേളയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയിൽ ഈ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കും. മെഡിക്കൽ കോളേജ് ആകട്ടെ, കോഴഞ്ചേരി പാലത്തിന്റെ അവസാന സ്റ്റാൻഡ് വർക്ക് നടക്കുകയാണ്. കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ പ്രദർശനം, ആധുനിക സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്ന പ്രദർശനം, കാർഷിക പ്രദർശന വിപണന മേള, സാംസ്കാരിക കലാപരിപാടികൾ, രാജ്യത്തെ വൈവിധ്യമാർന്ന രുചിക്കൂട്ടുകൾ പരിചയപ്പെടുത്തുന്ന മെഗാ ഭക്ഷ്യമേള, വിവിധ സംഗമങ്ങൾ, കായിക വിനോദ പരിപാടികൾ, ടൂറിസം പദ്ധതികളുടെ പരിചയപ്പെടുത്തൽ, കരിയർ ഗൈഡൻസ് മേള എന്നിവ മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിർത്തിവച്ചിരുന്ന IPL മത്സരങ്ങൾ ഇന്ന് പുനരാരംഭിക്കുകയാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലാണ് മത്സരം. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം മത്സരം ആരംഭിക്കും. 17 മത്സരങ്ങളാണ് IPLൽ ഇനി നടക്കാനുള്ളത്. 6 വേദികളിലേക്കായിട്ടാണ് ടൂർണമെന്റ് ചുരുങ്ങിയത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. സ്വർണ്ണവില 22 ക്യാരറ്റ് ഗ്രാമിന് 8,720 രൂപ, പവന് 69,760 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 7,185 രൂപ, പവന് 57,480 രൂപ.
വെള്ളി ഗ്രാമിന് 108 രൂപ, കിലോഗ്രാമിന് 1,80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds. Choose your special. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ഇനി സകലമാന കേരളം കാണാം.